ഒരു ഉമ്മയുടെ ഏറ്റവും വലിയ അവാച്യമായ സ്നേഹത്തിന് അനുഭൂതി ചേർന്ന ഒരു മകൻ പ്രതികൂലമായൊരു കാലാവസ്ഥയിൽ ആ ഉമ്മയോട് പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, അനിക്കിദ് ഫീഹി ബിത്താബൂതി ഫഖദ് ഫീഹി ഫിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസാഹിരി യഖുദുഹു അദുവുല്ലി വഅദുവുല്ല. ഓമന പൈതലിനെ നിന്റെ മാറോട് ചേർന്ന് കിടന്നുറങ്ങുന്ന, നിന്റെ ചൂടും ചൂരും അനുഭവിക്കുന്ന, ഒരു ദിവസം പോലും വിട്ടുപിരിയാൻ നീ ആഗ്രഹിക്കാത്ത, അകലേക്ക് പോയാൽ അസ്വസ്ഥമാകുന്ന, അടുത്തില്ലെങ്കിൽ രാത്രിയിൽ ഉറക്കം വരാത്ത വിധം നിന്റെ ഹൃദയത്തോട് ചേർത്ത് കിടക്കുന്ന നിന്റെ പിഞ്ചു പൈതലിനെ പാരാവാരം പോലെ പരന്നൊടുകുന്ന സംഹാര താണ്ഡവമാടുന്ന നൈലിലേക്ക് ഒരു പെട്ടിയിൽ അടച്ച് ഒരുക്കാൻ പറയുമ്പോ വല്ലാതെ പൊട്ടിത്തപിച്ചു പോകുന്ന ഒരു ഉമ്മയുടെ ഹൃദയമുണ്ട്, മൂസാ നബിയുടെ ഉമ്മ. ആ സമയത്ത് അല്ലാഹു പറയുന്നത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ ഹൃദയം നിർവികാരതയുടെ, വിക്ഷുബ്ധതയുടെ, വിഹ്വലതയുടെ ഒരു കേളീരംഗമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട പൈതലിനെ ഒരു പെട്ടിയിൽ അടക്കം ചെയ്ത് നൈലിന്റെ തിരമാലകൾ വിഴുങ്ങുമോ, മത്സ്യങ്ങൾ കൊത്തിപ്പറിക്കുമോ, അതല്ല വേറെ എവിടെയെങ്കിലും എത്തിച്ചേരുമോ എന്നറിയാതെ പ്രിയപ്പെട്ട മകനെ ആ തലക്കുന്ന നദിയിലേക്ക് വലിച്ചെറിഞ്ഞ മഹദിയായ ഉമ്മു മൂസ എന്ന് പറയുന്ന ഒരു മാതാവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകനെ വിദൂരതയിലേക്കാക്കിയിട്ട് തിരിച്ചു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട മൂസാ നബിയുടെ ഉമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ലാ തഹ്സൻ, നിങ്ങൾ ഭയക്കണ്ട. നിങ്ങൾ ഇവനെ സമർപ്പിച്ചത് പടച്ചവന്റെ കൽപ്പനയിലാണ്. നിങ്ങൾ ഇതിന്റെ മകനെ സമർപ്പിച്ചത് അല്ലാഹുവിന്റെ തൃപ്തിക്കാൻ പ്രതികൂലമായ കാലാവസ്ഥയിൽ. ഈ 19 ഫാരിഗീങ്ങളുടെ, ഈ 27 ഹാഫിളീങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഉപ്പമാരോട്, കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഈ ഫാരിഗീങ്ങളിൽ നാദാപുരത്തു നിന്നുള്ളവരുണ്ട്, അങ്ങകലെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം ഈ അടുത്തുവരെ പ്രിയപ്പെട്ട മകന് ഹംദാനിന്റെ കവാടം കടന്നിവിടേക്കെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എന്റെ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോകുമ്പോ നിങ്ങളുടെ ഹൃദയം മൂസാ നബിയുടെ ഉമ്മയുടെ ഹൃദയം പോലെയായിരുന്നു. എന്റെ മകൻ ഇവിടെ സുരക്ഷിതനാകുമോ? അവന് നല്ല ഭക്ഷണമുണ്ടാകുമോ? അവനെ എന്റെ കാണാമറയത്ത് നിന്ന് അകലേക്ക് പോകുമ്പോ അവനെ എങ്ങനെയായിരിക്കും ഞാൻ അകന്നു പോകുന്നത്? ഇവിടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ 7 വർഷം മുമ്പ് തപിക്കുന്ന ഹൃദയത്തോടെ, വിറയ്ക്കുന്ന ചുണ്ടുകളോടെ, കണ്ണുകളോടെ തിരിച്ചിറങ്ങി പോകുമ്പോ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു കൽപ്പിച്ചു തന്നാൽ, അവൻ തൗഫീഖ് നൽകിയാൽ, മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞതുപോലെ ഫറദദിനാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനഹാ വലാ തഹ്സൻ. നിങ്ങളുടെ പ്രിയപ്പെട്ട നൈൽ നദിയുടെ ഓളങ്ങളുടെ മുകളിലേക്ക് തന്റെ മകനെ ഒഴുക്കി വിട്ടിട്ട് വിഹുലയോടെ നിൽക്കുന്ന മൂസാ നബിയുടെ ഉമ്മയോട്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ഞാൻ തിരിച്ചു തരും. കൈ തഖറ ഐനഹാ, നിങ്ങളുടെ കണ്ണിന് കുളിർമയേകുന്ന മക്കളായി, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനമുള്ള മക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിന് അടയാളം കൊടുത്ത് മൂസാ നബിയെ തിരിച്ചു കൊടുത്ത ഒരു കഥ. യഥാർത്ഥത്തിൽ ഖുർആനിൽ പറയുന്നത് ഒരു ദറസിലേക്ക് തന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു മാതാപിതാക്കളുടെ ചിത്രമാണ്. അൽഹംദുലില്ലാഹ്, 7 വർഷം കഴിയുമ്പോ നിങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമയായി, നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടിയായി, നാളെ പരലോകത്ത് പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് നടക്കാൻ കഴിയുന്ന ആലിമീങ്ങളായി, ഹാഫിളീങ്ങളായി ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ കഴിയുന്നു എന്ന ചരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ.